കുട്ടികളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കോക്കനട്ട് പാൻകേക്ക് റോൾസ് അല്ലെങ്കിൽ മടക്കസാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മടക്കസാൻ അല്ലെങ്കിൽ പാൻകേക്ക് റോൾസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമon. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ് ഈ പാൻകേക്ക് റോൾസ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഫില്ലിംഗ് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ കുക്ക് ചെയ്ത് ചെയ്യാം, അല്ല എങ്കിൽ ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാൻ കാണിക്കുന്നത് കുക്ക് ചെയ്തിട്ടാണ്. ഇവിടെ 2 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഞാൻ ഈ 2 കപ്പിന് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ആ ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് തേങ്ങയിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമുക്ക് ആ തേങ്ങയിൽ നിന്ന് കോട്ട് ചെയ്തൊരു ടെക്സ്ചർ വരും. ആ സമയത്ത് ഓഫ് ചെയ്യാം. അധികം കുക്കിംഗ് ആവശ്യമില്ല. ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാം. കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഏലക്കായ്ക്ക് പകരം വേണമെങ്കിൽ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇടാം. ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങയും ഷുഗറും തന്നെയാണെങ്കിലും നല്ലതാണ്. ഞാൻ ഒരു ബോളിലേക്ക് മാറ്റുകയാണ്. ഫില്ലിംഗ് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. അടുത്തായിട്ട് പാൻകേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. ഇത് പാൻകേക്ക് എന്നും ക്രെപ്പ് റോൾസ് എന്നും ഒക്കെ പല പേരിൽ പലയിടത്തും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് മൈദ യൂസ് ചെയ്യുന്നത്. മൈദ വെച്ചിട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടോ ഉണ്ടാക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. അതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. മുട്ടയുടെ മണം ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. നിർബന്ധമില്ല. ഇതിലേക്ക് 1/2 കപ്പ് പാല്. ഫുൾ പാല് വെച്ചിട്ടുണ്ടാക്കാം, ഫുൾ വെള്ളം വെച്ചിട്ടുണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഈ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒരു ദോശ ബാറ്ററിൻ്റെ ഒക്കെ കണക്കിന് ലൂസാക്കി എടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് പറയാം. എല്ലാം കൂടെ മിക്സിയിലിട്ടൊരു അടി അടിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. കട്ട ഒട്ടും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഗ്രാജുവലി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു അയവിലാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ പാലും വെള്ളവും കൂടെ 1.5 കപ്പാണ് ഇപ്പം ചേർത്തേക്കുന്നത്. കുറച്ചും കൂടെ ലൂസാക്കാനായിട്ടുണ്ട്. ഈ ഒരു പരുവം കറക്റ്റാണ്. അപ്പോൾ എപ്പോഴും പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിച്ചെടുക്കുക, നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട്. ഇനി അരിച്ചൊഴിക്കാം. ചെറിയ ചെറിയ കട്ടകളുണ്ടാവും, മൈദയുടെ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ടാണ് അരിച്ചെടുക്കുന്നത്. കോക്കനട്ട് പാൻകേക്ക് റോൾസ് അല്ലെങ്കിൽ മടക്കസാൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ അപ്പം ചട്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ തവകൾ ഉപയോഗിക്കാം. പരന്നിരിക്കുന്ന തവയും ഉപയോഗിക്കാം. ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. നല്ലൊരു ചെറിയൊരു ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് മാവ് ഒഴിക്കാം.
കുക്കാകുമ്പോൾ അത് സൈഡിൽ നിന്ന് ഇളകി വരും. ഇതേപോലെ കമ്മളകൾ വന്ന് സൈഡിൽ നിന്ന് വിട്ട് വരും. രണ്ട് സൈഡും കുക്ക്ഡാണ്. ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് എണ്ണ തൂത്ത് കൊടുത്ത ശേഷം അടുത്താവുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്ത് ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഫില്ലിംഗ് കൊടുക്കാം. രണ്ട് സൈഡ് ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതേപോലെ വെച്ച് തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇത് റെഡിയായ പാൻകേക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള പാൻകേക്സ് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. ഈ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടണം. നമ്മുടെ കോക്കനട്ട് പാൻകേക്ക് റോൾസ് അല്ലെങ്കിൽ മടക്കുസാൻ എല്ലാം റെഡിയാക്കി. ഈ അളവിൽ നമുക്കൊരു 12 എണ്ണമാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്, വളരെ തിന്നായിട്ടുള്ള പാൻകേക്കാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം എപ്പോഴും അത് തിന്നായിട്ട് കിട്ടുന്നത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് നീട്ടിയാലും നമുക്ക് ടെക്സ്ചർ ശരിയാകത്തില്ല. ഒരുപാട് തിക്കാണെങ്കിൽ നമ്മുടെ പാൻകേക്ക് തന്നെ തിക്കായിട്ട് വരും. അതേപോലെ തന്നെ അപ്പം ചട്ടിയിൽ ചുറ്റിച്ചെടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലൈൻസ് ഒന്നും ഇല്ലാതെ എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ നമ്മൾ മഞ്ഞളൊന്നും ഇടാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ ഫില്ലിംഗ് നമ്മൾ കുക്ക് ചെയ്താണല്ലോ എടുത്തത്. അതിന് പകരം കുക്ക് ചെയ്യാതെയും ഈ ഫില്ലിംഗ് ചെയ്യാറുണ്ട്. ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് 4 മണി പലഹാരമായിരുന്നു ഈ മടക്കുസാൻ. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.